ജാർഖണ്ഡിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. മഹാരാഷ്ട്രയിൽ വലിയ വിജയം BJP സ്വന്തമാക്കി കഴിഞ്ഞു. ജാർഖണ്ഡിൽ ഭരണ തുടർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. JMM ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം നേടിയത് 50-ലധികം സീറ്റുകളാണ്. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം, JMMനെ സംബന്ധിച്ചിടത്തോളം, ഹേമന്ത് സോറിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പായിരുന്നു. അതിലിപ്പോൾ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭരണ തുടർച്ച വരികയാണ്. സർക്കാർ രൂപീകരണ ചർച്ചകൾ അത് തുടങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്താണ്? പുതിയ വിവരങ്ങൾ എന്താണ് അച്യുതൻ? റിജിത്ത്, കഴിഞ്ഞ തവണത്തെക്കാളും വലിയ വിജയമാണ് ഇന്ത്യ മുന്നണിക്ക് ജാർഖണ്ഡിൽ ലഭിച്ചിരിക്കുന്നത്. നമുക്ക് നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ JMM 34 സീറ്റുകളിലും, അതുപോലെ തന്നെ കോൺഗ്രസ് 15ഇടത്തും, RJD 4, CPIML 2 എന്നിങ്ങനെയാണ് ഇന്ത്യ മുന്നണിയുടെ നിലവിലെ സാഹചര്യം എന്നുള്ളത്. അതായത് ഏതാണ്ട് 50-ന് മുകളിലേക്ക് ഇന്ത്യ മുന്നണിക്ക് സംസ്ഥാനത്ത് നേടാൻ കഴിഞ്ഞു. കേവല ഭൂരിപക്ഷവും മറികടന്ന് 50-ന് മുകളിലേക്ക് ഇന്ത്യ മുന്നണിക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതേസമയത്ത് BJP NDA സഖ്യം അതിനെപ്പറ്റി ഒന്ന് വിലയിരുത്തിയാൽ തകർന്നടിയുന്ന അവസ്ഥ. BJP നിലവിൽ 22ഇടത്ത് മാത്രമാണ് കണക്ക് പ്രകാരം നിലവിൽ കാണിക്കുന്നത്. BJPയുടെ ഒപ്പം ഉണ്ടായിരുന്ന AJSU വലിയ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാനും കഴിഞ്ഞില്ല. നിലവിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് JMM നയിച്ച ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു. അവരുടെ അഹോരാത്രമുള്ള ഒരു പരിശ്രമം. ഹേമന്ത് സോറിനും കൽപ്പന സോറിനും സദാസമയവും പ്രചരണ രംഗത്ത് സജീവമായിരുന്നു എന്നുള്ളതൊക്കെയാണ് സവിശേഷത. ഒപ്പം ഹേമന്ത് സോറിനെ ജയിലിൽ അടച്ചത് അത് ആദിവാസികളുടെ ഒരു രോഷം അത് കൃത്യമായി പ്രതിഫലിച്ചു എന്നുള്ളതും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതാണ്. അതേസമയത്ത് BJP പ്രചാരണ രംഗത്തിറക്കിയ നുഴഞ്ഞുകയറ്റം, ഏകീകൃത സിവിൽ കോഡ്, മുസ്ലിം സംവരണ വിഷയം, ഇതൊന്നും തന്നെ ഈ ധ്രുവീകരണ രാഷ്ട്രീയങ്ങൾ ഒന്നും തന്നെ അവിടെ ഏശിയില്ല എന്നുള്ളതും ഈ ഫലസൂചനകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. മറിച്ച് ജനങ്ങൾ സ്വീകരിച്ചത്